കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദൻ എന്നും യവൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ ചില വാക്യങ്ങളെ കൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. ഇതിൽ ഈ 3 വാക്യങ്ങൾക്കകത്ത് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. 2, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിച്ചാൽ മാത്രം കാര്യമുണ്ടോ? ഇല്ല, വിളിച്ചപേക്ഷിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് അല്ലേ. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം അത് ഹൃദയത്തിനകത്തു നിന്നാണ് അല്ലേ. ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഹൃദയത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അത് ഹൃദയത്തിനകത്തു നിന്ന് വരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഹൃദയത്തിനകത്തു നിന്ന് വരേണ്ടതാണെങ്കിലും അധരത്തിലൂടെ അതെന്ത് ചെയ്യണം? പുറപ്പെട്ടു പോകണം. അപ്പോൾ വിശ്വസിച്ചത് മാത്രം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കുകയും വേണം എന്നുള്ളത് ഈ വാക്കിനകത്ത് വസ്തുതയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ പലരും പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്ന അധരത്തിൽ നിന്ന് പുറപ്പെടുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ വാക്യങ്ങൾ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഏറ്റുപറച്ചിലിൻ്റെ ഒരു ഭാഗമാണ് ഈ വാക്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും സ്തോത്രം വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. അപ്പം നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ അധരത്തിൽ നിന്ന് ഇത് പുറപ്പെട്ടു വരണം. അപ്പം ഹൃദയത്തിൽ അകത്ത് മാത്രമേ. ഇപ്പം നമുക്ക് ചില ആൾക്കാരെ പറയും വിശ്വസിക്കും, എന്നാൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷേ ഒന്നും നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല. വിശ്വാസത്തോടൊപ്പം അധരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടവരണം. എന്നാൽ മാത്രമേ അതിനകത്ത് ഒരു അനുഗ്രഹത്തെ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ആ വാക്യവുമായി ബന്ധപ്പെടുത്തി താഴ്ത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് ദൈവം നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇവിടെ പറയുന്ന വാക്കൊന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. അപ്പം സ്തോത്രം, നമ്മുടെ കർത്താവ് ആരാണ്? അവൻ സമ്പന്നനായ ദൈവമാണ്. സ്തോത്രം. എന്ത് നമ്മൾ ദൈവത്തോട് യാചിച്ചാലും അല്ല, സ്തോത്രം, എന്ത് ആരപേക്ഷിച്ചാലും, അവിടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം അല്ലേ. അല്ല, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ, എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ മറുപടിക്കായിട്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ദൈവം അതിനകത്തൊരു ഉത്തരം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന വിഷയങ്ങൾ കാണാം. അതൊരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായോ ശാരീരിക, മാനസിക, കുടുംബ, തലമുറ, വാഗ്ദത്ത സ്തോത്ര മേഖലകളാകാം, നമ്മുടെ ഭാവി തലങ്ങളുമായി ബന്ധപ്പെട്ടതാകാം, നമ്മുടെ ആത്മീക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാകാം. എന്താണോ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് അത് നൽകിത്തരുവാൻ ദൈവം സമ്പന്നനാണ് എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ്റെ മുൻപിൽ സ്തോത്രം ഒന്നും അസാധ്യമല്ല, അവൻ്റെ മുൻപിൽ ഒന്നും കഴിവില്ലാത്തൊരു. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് അത് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, മാന്യത ദൈവത്തിൻ്റെ പക്കലുണ്ട്, ധനം അവൻ്റെ പക്കലുണ്ട്, പുരാതന സമ്പത്ത് അവൻ്റെ പക്കലുണ്ട്. അല്ല സ്തോത്രം, സകലവും നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ല, നമുക്ക് വേണ്ടിയാണ് അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് നന്മ തരുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ ഉദ്ധരിപ്പാൻ, നമ്മെ സഹായിപ്പാൻ അവൻ ദരിദ്രനായി തീർന്ന കൃപ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ കഷ്ടതയിൽ, ഞെരുക്കത്തിൽ, പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, ഒറ്റപ്പെടൽ, ഏകാന്തതയിൽ മുന്നോട്ട് പോകുവാനല്ല, പകരം പ്രൈസല ദൈവത്തിൻ്റെ കൃപയിൽ ആസ്വദിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട്, ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുകയും
അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് കർത്താവ് നമുക്ക് സ്തോത്രമല്ലേ അനുവാദം നൽകിയത്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അവൻ നമുക്ക് നൽകാൻ തക്കവണ്ണം സമ്പന്നനാണ്. അപേക്ഷിക്കുക, ദൈവത്തോട് പറയുക നിൻ്റെ ആവശ്യം ദൈവത്തോട് അറിയിക്കുക, അറിയിച്ച് പ്രാർത്ഥിക്കുക. ദൈവം മഹത്വമായിട്ട് നിൻ്റെ മുൻപിൽ വെളിപ്പെട്ട് വരും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന സ്തോത്രം ആ ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം, ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന കാര്യങ്ങൾക്കകത്ത് വ്യക്തമായൊരു മറുപടി കർത്താവ് നൽകി അവിടുന്ന് സഹായിക്കണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.